ഹരിയാനയിൽ രാഷ്ട്രീയ നീക്കങ്ങൾ. നായബ് സിംഗ് സൈനി സർക്കാരിന്റെ വിശ്വാസ വോട്ടെടുപ്പിനിടെ ജെ എം എൽ എമാർ വിപ്പ് ലംഘിച്ചു. വിപ്പ് ലംഘിച്ച് എം എൽ എമാർ നിയമസഭയിലെത്തി. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നിതിൻ, ജെപിയുടെ 4 എം എൽ എമാർ ഇന്നലെ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. എന്തൊക്കെയാണ് ഇന്ന് സഭയിലുണ്ടായത്? വേണു, നിലവിലിപ്പോൾ വിശ്വാസ വോട്ടെടുപ്പ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. നായിബ് സൈനി സർക്കാരിന്റെ വിശ്വാസ വോട്ടെടുപ്പ് നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ എം എൽ എമാർക്ക് ജെ വിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ വിപ്പ് ലംഘിച്ച് 4 എം എൽ എമാർ സഭയിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ വിശ്വാസ വോട്ടെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ്. 90 അംഗ നിയമസഭയിൽ 46 ഭൂരിപക്ഷത്തിന് വേണ്ടത്. 41 അംഗങ്ങൾ BJPക്ക് നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ സ്വതന്ത്ര എം എൽ എമാരും മറ്റൊന്ന് പ്രാദേശിക പാർട്ടിയുടെ എം എൽ എമാർ ഉൾപ്പെടെ നിലവിലിപ്പോൾ BJPയുടെ അംഗം 48. 4 എം എൽ എമാർ JJPയുടെ 4 എം എൽ എമാർ കൂടി BJPക്കൊപ്പം വരുമ്പോൾ സ്വാഭാവികമായിട്ടും BJPക്ക് മറ്റ് ആശങ്കകളൊന്നുമില്ല. സുഗമമായി തന്നെ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും വിപ്പ് ലംഘിച്ച് ഇപ്പോൾ 4 JJP എം എൽ എമാർ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. കാരണം ഇന്നലെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ JJP എം എൽ എമാർ പങ്കെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ JJP എം എൽ എ വിളിച്ച യോഗത്തിൽ എം എൽ എമാർ വിട്ടുനിന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും BJP സുഗമമായി തന്നെ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ സഭയിലുള്ളത്. എന്തായാലും സഭയിലെ നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.